എടാ വാ 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 എടാ സ്വന്തമായിട്ട് ബാൻ മേടിക്കല് കേട്ടാ, ഫാൻ മേടിക്കല്. ഇല്ല അതെന്തായാലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്താ മോബി, എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ല നിനക്ക്. കിട്ടിയ 2 മണിക്കൂറാണേ എണ്ണം പോസ്റ്റ് ആവേ, സ്പെക്കിലിരിക്കേണ്ടി വരേ. ഹലോ 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 ഹലോ. കേക്കല്ലേ? ഓക്കെ കേക്കാം, പറഞ്ഞു പറഞ്ഞു. ബ്രോ നമ്മള് കേൾക്കുന്നില്ലല്ലോ? കേക്കാം പറഞ്ഞു ബ്രോ, അപ്പൊ നമ്മളൊരു പ്രിയർ കളിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ അത്യാവശ്യം എല്ലാരും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബ്രോ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഹലോ, ഓക്കെ. സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ കുറച്ച് പേര് നമ്മള് വേറൊരു ഗ്യാങ് ആയിട്ട് വരുമോ? ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ റൂളാണ് കേട്ടോ. ഓക്കെ, സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വാറടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമും കാര്യങ്ങളും മാത്രം പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ഇപ്പൊ കറന്റ് അതില്ല, അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡ്യൂ ടു സം ഇഷ്യൂസ്. ഓക്കെ, കാരണം മിണ്ടാനും പറ്റൂല. ബ്രോ. അപ്പം പ്രിയർ നമ്മൾ ഡൗൺ ഉണ്ട്. സോ 30 മിനിറ്റ്സിനുള്ളിൽ വാറ വിളിക്കാവേ. 30 മിനിറ്റ്സ്. അപ്പൊ 11:55 12:25 മുമ്പ് വിളിക്കണേ. 30 മിനിറ്റ്സ് നമുക്ക് കുറച്ച് കൂടുതലാ ബ്രോ. 50 മിനിറ്റ്സിനകത്ത് വിളിച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 15 മിനിറ്റ് വിളിക്കാം. ഒരു മണിക്കൂറാ ബ്രോ. എന്താണ് 12:10. ഓക്കെ ഫൈൻ. 12:10 വിളിച്ചേക്കാം. ബ്രോ. പിന്നെ നിങ്ങളെ മിസ്ട്രക്സ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഗണ്ണും എല്ലാം വേണമെന്ന് ചോദിച്ചു. വേണ്ട ബ്രോ, ആവശ്യമില്ല. 25 എണ്ണം പോയായിരുന്നു. ഇപ്പൊ സംസാരിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീയാണ് ഈ റൂൾ കൊണ്ടുവന്നത്. നീ ഒരുത്ത കാരണമാണ്, നീ ഒറ്റ കാരണമാണ് ഇത്. നീ മറ്റേ വാറിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്ത് അതൊക്കെ നീ കഴിഞ്ഞോട്ടം ചോദിച്ചായിരുന്നു. കേട്ടോ പിടിച്ചോ എന്തൊക്കെയാ ചോദിച്ചത് നീ എന്ന്? നീയും ചോദിച്ചു ഇല്ലടാ, ഞാൻ എടുക്കാം. താമസിക്കുക ഞാൻ എടുക്കാം. അവിടെ എത്തിയപ്പോഴുള്ള ചിരി വീശാതെ എന്നെ കേട്ടില്ലടാ. എടാ പോലെയോടി, എടാ കണ്ണാപ്പി കണ്ണ് കാണത്തില്ലടാ നിനക്ക്. ഞാൻ അത് പഠിക്കാതിരിക്കല്ലേ? ഒന്ന് ആലോചിച്ചടാ, കോമാളികളെ പോലെ വന്ന് തിരിച്ചൊക്കെ പോയല്ലേ. നീ എന്തിനാ ചിരിച്ചവിടെ? എനിക്കറിഞ്ഞൂടാ, 25 പേര് നമ്മളെയൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കണ. എന്നിട്ട് സ്ലോ മോഷന് ബിലാൽ ജോൺ വരുന്നോണ്ടൊരു നടത്തും. കാര്യം 3 നേരം ഉള്ളു. ആ പുറകെ വന്നവൻ സന്ധി തീട്ട. കാര്യം നമ്മള് 3 നേരം ഉള്ളല്ലോ, ദേഹത്തോട്ടാ തീർത്തോളട്ടാ. ജയിച്ചതാ പറയുന്നേ, വരാതെ ജയിച്ചത്. എന്റെ വീട്ടിൽ കയറി പൂളും കേട്ടാ. അതേ പരിപാടി തന്നെ അവർക്ക്. അത് മാത്രം ഇവന്മാരാണല്ലേ നമ്മള് സ്ഥിരം വാർ സ്ഥലമല്ലാതെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പൊ ഇന്ന് പ്രീ വാർ കമ്മിറ്റ് ചെയ്തത്. നമ്മൾ ഇതുവരെ പ്രീ വാർ അവിടെ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇതുവരെ. ഇത്രയും ദിവസമായിട്ട് എയർപോർട്ടിൽ നമ്മൾ ഇത്രയും നാളായിട്ട് ആദ്യമായിട്ടാണ് ഒരു വാർ എയർപോർട്ടിൽ ഇവിടെ നടക്കണേ. നമുക്ക് എവിടെ അടി മേടിക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഏത് സൈഡിൽ നിന്ന് അടി മേടിക്കണോ? കൃത്യമായിട്ട് ചെയ്താണ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് മേടിച്ചു. ബ്രോ നമ്മളിവിടെ ചെയ്ത് നമുക്കറിയാം ബ്രോ. ഇവരുടെ ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? ഇവിടെ കളിക്കുന്ന ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? ചെയ്യുന്നത് മനസ്സിലായോ? എല്ലാരും ഇനി നോട്ടീസ് അടിച്ചിട്ട് ചെയ്യണോ ബ്രോ? ഇവിടെ ഗാങ്ങുകൾക്ക് കറന്റ് അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വ്യൂവേഴ്സിന് പറയേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളും പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രോ. ഡോക്ടർ അറിയാത്ത കാര്യം ജർമ്മൻ കണ്ണാപ്പിന്നാണോ?
ചോദിച്ചു വരുന്ന ആളെ. അല്ല പുള്ളിയുടെ ശരിക്കും റിയൽ നെയിം ഇവിടെ ടിവിയുടെ സൈഡിൽ നിന്നും ടോക്കിയുടെ സൈഡിൽ നിന്നും അടിക്കുന്നുണ്ട്. ടിവി ടോക്കിയോ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇന്ന് പബ്ജി ഉണ്ടാവില്ല ബ്രോ, ഇന്ന് പബ്ജി ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞാൽ നിർത്താം. ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ടോക്കിയോ കുത്താറുള്ള ലൊക്കേഷനിൽ ടിവി കുത്തിയിട്ടുണ്ട്. ടിവി കുത്തി സൺ നിക്കോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നീലനെ ഓക്കെ. പിന്നെ അതുപോലെ ലെമിയോൺ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അടുത്തൊരു പിക്ക്, ആശാൻ ഒരു പിക്ക്, ഡാൻഡയുടെ രണ്ടാമത്തെ പിക്ക്, മെസ്ബോയ് ഗോകു കറൻലി ഓക്കെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഡാൻഡയുടെ മൂന്നാമത്തെ പിക്ക്, ടോക്കി ഡാൻഡെ 3 പിക്ക്, ജൂഡ് അടുത്തൊരു പിക്ക്, ഡാൻഡെ ഡൗൺ ആയിട്ട് മെക്സങ് ഒരു പിക്ക് എടുത്തിരുന്നു. ടോക്കിയോ മെക്സങ് മൊബിനെ ഡൗൺ ആക്കി എടുത്തിരിക്കുന്നു. യൊറീച്ച് ഡൗൺ ആക്കി മെക്സങ്ങിന് രണ്ടാമത്തെ പിക്ക്, മെക്സങ്ങോടെ കിണ്ടിയുടെ ഓക്കെ. ജൂഡിന്റെ ഒരു പിക്ക്, ജൂഡ് അടുത്തൊരു പിക്ക്, ആഷ്റൂട്ടിന്റെ ഒരു പിക്ക്. 10 സെക്കൻഡോ 10 സെക്കൻഡോ 15 സെക്കൻഡോ 15 സെക്കൻഡാ കണ്ടികളെ. 15 സെക്കൻഡാ നിന്റെയൊക്കെ 1-0 ലെഗസി. നീയൊക്കെ നമ്മളൊന്ന് ഇതായിരുന്ന സമയത്ത് നീയൊക്കെ വന്ന് അടിച്ചെന്ന് പറഞ്ഞ് നീ 1 വർഷമായിട്ട് നീ താഴവും പറഞ്ഞു നടക്കുക തല്ലുകൊള്ളികളെ. കാരണം ഇത്രേ ഉള്ളൂ നീയൊക്കെ ഇപ്പൊ ടിവിയേക്ക് നീയൊക്കെ ഇത്രേ ഉള്ളൂ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ ഇപ്പം. മനസ്സിലായ? ഇനി കൊണ പറഞ്ഞ് സിറ്റി വരരുത് തല്ലുകൊള്ളികളെ. മനസ്സിലായ? സിറ്റുവേഷൻ എടുക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം സിറ്റുവേഷൻ എടുക്കുക. ഇപ്പൊ ഇത്രയും മതി നിന്നെയൊക്കെ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ. ഇപ്പൊ 1-0 അത് പറയാൻ പറ്റത്തില്ലല്ലോ, വിട്ടുപോയല്ലോര്. നീയൊക്കെ എങ്ങനെ പറയണോ 1-0? നമ്മളൊരു ശോകം സമയത്ത് നിന്ന് ടിവിയിൽ ഇൻ ബിറ്റ്വീൻ പ്രശ്നങ്ങൾ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നടന്ന ഒരു വാർ വെച്ചിട്ട് ഇവന്മാര് ഓസ്ട്രീമിലും എന്തൊരു അഹങ്കാരം എന്തൊരു പറച്ചിലായിരുന്നു അറിയാം ഇവന്മാർക്ക്. എടാ നീയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോടാ ടി വി? എന്തെങ്കിലും ഇങ്ങനെ അടിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്റെ കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തന്നെ എന്താളി അവനെ തല്ലിക്കൊന്ന അതിന്റെ വിഷയങ്ങളെടാ ഒരു രക്ഷയില്ല. കേട്ടില്ല ഇവന്മാര് ഇങ്ങനെ അടിക്കണമായിരുന്നു. ഇങ്ങനെ അടിക്കണം അവന്മാര്. എന്നാലേ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി? അവന്മാർക്കൊരു ഒരു പേടി വരുത്തുള്ളൂ അവന്മാർക്ക്. ഇത്ര നാള് ഒരു വർഷം അവന്റെ ലെഗസി കോപ്പ് 1-0 ഡ്യൂറബിലിറ്റി നോക്കില്ലായിരുന്നല്ലേ? ഇല്ലണ്ണ ചുമ്മാ വെടിവെച്ച് തീർന്നതാ. ഇവിടുത്തെ റീലോഡ് ആവണില്ലേ? തീർന്നെണ്ണ. ഞാൻ വിചാരിച്ചു പി എൽ അടിച്ചെന്ന്. കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീർന്ന്. കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തല്ലിക്കൊല്ലാന്ന്. പബ്ജി ആണെങ്കിൽ കണ്ടെങ്കിലും എടുക്കായിരുന്നു. പോയിട്ട് കണ്ടെങ്കിലും എടുക്കായിരുന്നല്ലേ? ഇടിച്ചിട്ടോ അടി പാവോടാ. ജന്മം വെറുത്ത് അമ്മാരങ്ങ് ഓട്ടിച്ചിട്ട് തല്ലി കേട്ടോ. വർത്താനമാരുടെ അയ്യോ എടാ ഇവന്മാർക്ക് ഇവർ ഇത്രയും നാളെ സിറ്റുവേഷൻ എടുക്കാൻ എന്താണെന്ന് അറിയാവോ? ഇവന്മാർക്ക് ഇങ്ങനെ അടി കിട്ടുമെന്ന് ഇവന്മാർക്ക് അറിയായിരുന്നു. മനസ്സിലായോ? ഇവന്മാർക്ക് ഇവിടുത്തെ ഞാൻ പറയാം, ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടയർ 3 മനസ്സിലായോ? ഇവിടുത്തെ ഒരു ടയർ 3 ഗ്യാങ് ആണ് ടോക്കിയോ. മനസ്സിലാക്കേണ്ട സമയമായി ബ്രോ. ടയർ 3 ഗ്യാങ് ആണ്. നിങ്ങൾക്ക് അപ്പൊ ടയർ 3യിലുള്ള ഏതെങ്കിലും വേറെ ഗ്യാങ്സിന് എടുത്ത് കൊണയടിച്ച് ഇങ്ങനെ സർവൈവ് ആയി പോവാന്ന് നിനക്കൊക്കെ ടയർ 3 ഇപ്പൊ വേറെ ഗ്യാങ് ഒന്നും ഇല്ല ടോക്കിയോ മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് കൊണയായിട്ട് പൊമാര് വന്ന് ഫൈറ്റ് എടുക്കും. എത്ര ഇത് കിട്ടാലും മനസ്സിലായി. എനക്കൊരു പിക്ക് കിട്ടി. എനിക്ക് 4 ജൂഡിന് 4 വെക്കുന്നുണ്ട്. ജൂഡിന് 4 വെക്കുന്നുണ്ട്. സെക്കൻഡ് ആണ്
മെസ്ബോയ്ക്ക് ഫസ്റ്റ് പിക്ക്, മെസ്ബോയുടെ ഫസ്റ്റ് പിക്ക്. വണ്ടി കുത്തി ഞാൻ മേലോട്ട് കയറി തള്ളിയവരെ അത്രോളം കിണ്ടി ഡബിള് കുത്തിക്കിണ്ടി കിണ്ടി ഡബ്ല്യൂ കുത്തിയിട്ടാ കിണ്ടി കളിച്ചു വിട്ട് നല്ല വരെയായിരുന്നു അയ്യോ ആ പറ ഞാൻ നോക്കിയപ്പോഴേ ഞാനൊക്കെ ഒരുത്തനെ ഓട്ടിച്ചിട്ട് ഇടിക്കുന്നത് ഒരുത്തനെ അവനും കൊടുത്ത് സൈക്കിളും കൊടുത്ത് ഞാൻ ഹെഡ് ഞാൻ കാണിച്ചു പറഞ്ഞത് കാണിച്ച് എടാ കാണിച്ച് പെട്ടെന്ന് പി ഒ കാണിച്ച് എനിക്ക് സിറ്റിയിൽ വരെ ഒന്ന് കയറണം. ഞാൻ ഒരാളുടെ പി ഒ ബാക്കി ആരുടെ പി ഒ എല്ലാം നിങ്ങളൊന്ന് കാണിക്കാൻ, എനിക്ക് ജസ്റ്റ് സിറ്റി കയറണം. പിതുക്കന്നെ ചെയ്യാൻ വേണ്ടി അതെ നീലന്റെ ഗൈസ് പി ഒ കാണാനുള്ളവരെല്ലാം നീലന്റെ അകത്തോടെ ഒന്ന് പോണേ. നീലൻ ലൈവ് ഉണ്ട്, നീലുണ്ട്, സ്നൈപ്പ് സ്നൈപ്പ് ലൈവ് ഇല്ലേ? ഇല്ല ഞാൻ ഇല്ല. ആ ഓക്കെ കാണിക്കട്ടാ അയ്യോ ഹലോ കളിയായിട്ട് ഊറ വിളിച്ച് തീർന്നു. ഞാൻ ഊമ്പിയടിയാ മൈരി കിടിലം പിക്കാനാണ് നിന്റെ ആദ്യത്തെ പിക്ക്. നിങ്ങളുടെ കുത്ത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ, ഭയങ്കര കിടിലൻ ടൈമിംഗ് ആയിരുന്നു. ഇല്ല ഇവ സ്വന്തം ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്ത് മറ്റേ വണ്ടി കൊള്ളാട്ടാ, കിടിലം വണ്ടി പറയാൻ. ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, നമുക്ക് എവിടെ തല്ല് കൊള്ളണം എന്നുള്ള കാര്യം. നമ്മളെ എയർപോർട്ടിൽ അടി മേടിക്കാൻ പാടുള്ളൂ. ഞാൻ ഇപ്പുറത്തേക്ക് ആടി നോക്കിയാ അതൊക്കെ ഒരു പട അപ്പുറത്ത് ഞാൻ തിരിച്ചാടി ഓ നൈസറാ. രണ്ടൊക്കെ ഉള്ളു. ഞാൻ ചൂടാടിക്ക് 2 ഹെഡ് കൊടുക്കുന്നുണ്ട്, പേടിക്കണ്ട. ഇവന്മാരുടെ കൂട്ടത്തിൽ ആരോ ഒരുത്തൻ നിന്ന് 3-4 പേരെ അടിച്ചേട്ടാ. നമ്മുടെ ഏതോ ഒരുത്തൻ നന്നായിട്ട് കളിച്ചു. കളിക്കാൻ പറ്റുമോ? ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റൂല കേട്ടോ, ഭയങ്കര പാട്. അത് പോയി എല്ലാ ഗാങ്സും സംസാരിക്കണോടാ, ഒരാൾ പോലും സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സ്നൈപ്പ് ലെക്ചർ ഞാൻ വിട്ടു കേട്ടോ. ഞാൻ വിട്ട് അടക്കേണ്ടെന്ന് വെച്ചു നോക്കിയോ. വില്ലുമോനപ്പം എനിക്ക് 2 ഡിഗ്രി വില്ലുമോനൊക്കെ തന്നായിരുന്നു കണ്ട. എടാ വെൽ പ്ലേഡ് നന്നായിട്ട് കളിച്ചു, എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് കിടലോട്ട് കളിച്ച്. എടാ പി ഒ നിങ്ങളവിടെ കാണിച്ചോട്ടെ. ഞാൻ സിറ്റിക്കകത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡാൻഡേ അല്ല അവൻ ഡാൻഡേ ആണ് പിക്ക് എടുത്തത്. 3 പേരെ എന്തോ എടുത്തവൻ നന്നായിട്ട് കളിച്ചു. പ്രീവാറിലാണ് വാറില് വാറിന്റെ പേര് പറഞ്ഞു, പ്രീവാറിന്റെ പേരല്ലോ പറഞ്ഞു. അപ്പോഴും ഡെക്കുവിനെ കൊണ്ടൊരു ഗുണവുമില്ല വാറ് പഠിക്കാൻ. ഈ ഡെക്ക് SRR ഉണ്ടായിരുന്നാണോ? പേര് മോഡിഫൈ ചെയ്താണ് ശശി ലെമി ലെമി. അവനാണ് വലിയ പ്രശ്നം. FRP എല്ലാം വരച്ചോണ്ടിരിക്കുന്ന വലിയ പ്രശ്നമുള്ളത് ആണല്ലേ? നോക്കി